JP നദ്ദ പങ്കെടുക്കുന്ന BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് നടക്കാനിരിക്കെ പാർട്ടിയിൽ തമ്മിലടി രൂക്ഷമാകുകയാണ്. രാജീവ് ചന്ദ്രശേഖറിനെതിരെ രൂക്ഷമായ വിമർശനമാണ് BJPയിൽ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. രാജീവിന് സമുദായ സംഘടനകളെ കൂടെ നിർത്താനാകുന്നില്ലെന്നും വിമർശനം. മൾട്ടി മില്യണറായ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന കേരള ഘടകത്തിലെ പുതിയ ഭാരവാഹികളുടെ ആദ്യ യോഗമാണ് കൊല്ലത്ത് ചേരുക. തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അടവ് നയങ്ങളും ദേശീയ അധ്യക്ഷൻ JP നദ്ദ വിശദീകരിക്കും. അതേസമയം പുകയുന്ന അഗ്നിപർവ്വതമായി മാറിയ കേരള ഘടകത്തിൽ രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേറ്റ് കമ്പനി മുതലാളിയെപ്പോലെ പ്രവർത്തിക്കുന്നു എന്ന പരാതി K. സുരേന്ദ്രൻ പക്ഷത്തിനുണ്ട്. കോർ കമ്മിറ്റികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന K. സുരേന്ദ്രൻ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുത്തേക്കും. മുൻകാലങ്ങളിൽ 40 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയാണ് ചെലവ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 4 ഇരട്ടിയായി BJPയുടെ ചെലവ് ഉയർന്നുവെന്ന വിമർശനം ഉയർന്നേക്കാം. അനൂപ് ആന്റണി, S. സുരേഷ് എന്നിവരുടെ തലയാട്ടി ബൊമ്മയായി രാജീവ് ചന്ദ്രശേഖർ അധപ്പതിച്ചുവെന്ന ആക്ഷേപവും സുരേന്ദ്രപക്ഷം ഉന്നയിക്കും. K. സുരേന്ദ്രന് ഒപ്പമാണ് തിരുവനന്തപുരം, പാലക്കാട്, കോട്ടയം ഉൾപ്പെടെയുള്ള ഏതാനും ജില്ലകളിലെ അധ്യക്ഷന്മാർ. V. മുരളീധരന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിൽ കണ്ണുള്ളതിനാൽ രാജീവിന്റെ പ്രീതി പിടിച്ചുപറ്റാനുള്ള തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നു. കൃഷ്ണദാസ്, MT രമേശ് പക്ഷവും രാജീവ് ചന്ദ്രശേഖറിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇത് BJPയുടെ ആഭ്യന്തര കാര്യമാണെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ NSSും SNDPയും KPMS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾ പിണറായി സർക്കാരിനെ പിന്തുണച്ചത് BJPയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഇതുൾപ്പെടെ സമിതിയിൽ ചർച്ച ആയേക്കാം. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.